ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് PSC പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നോക്കുന്നത്. കേരള ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം ചെയ്യാനും അതുപോലെ തന്നെ വേഗം പഠിച്ചെടുക്കാനും പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ക്ലാസ്സിലേക്ക് കടക്കാം. കേരള ഹൈക്കോടതി സ്ഥാപിതമായ വർഷമെന്ന് എന്നാണ്? കേരള ഹൈക്കോടതി സ്ഥാപിതമായത് 1956 നവംബർ മാസം 1-ാം തീയതിയാണ് കേരള ഹൈക്കോടതി സ്ഥാപിതമായത്. കേരള ഹൈക്കോടതി സ്ഥാപിതമായത് എന്നാണ്? 1956 നവംബർ 1-നാണ് കേരള ഹൈക്കോടതി സ്ഥാപിതമായത്. 1956 നവംബർ 1-ന്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായ നീതിപീഠം എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. അത് കഴിഞ്ഞാൽ സ്റ്റേറ്റുകൾക്കായിട്ടാണ് എന്തുള്ളത്? ഹൈക്കോടതികളുള്ളത്. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ നീതിന്യായ സംവിധാനത്തിൽ കേരളത്തിൻ്റെ മാത്രം കേസിലെടുത്താൽ കേരളത്തിൽ അത് ഹൈക്കോടതിയാണ്. പക്ഷേ മൊത്തത്തിൽ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പരമോന്നതമായിട്ടുള്ള നീതിപീഠം എന്ന് പറയുന്നത് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ അത് സുപ്രീം കോടതിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈക്കോടതിയാണ്. അങ്ങനെ കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. എവിടെയാണ്? കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. ആദ്യ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? KT കോശിയാണ് ആദ്യ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ആദ്യ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? KT കോശിയാണ് ആദ്യ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത ആരാണ്? സുജാത മനോഹറാണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത. അപ്പോൾ കേരള ഹൈക്കോടതി സ്ഥാപിതമായത് 1956 നവംബർ മാസം 1-ാം തീയതിയാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. ആദ്യ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് KT കോശിയാണ്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത സുജാത മനോഹറാണ്. കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായിട്ടുള്ള ആദ്യ മലയാളി വനിത ആരാണെന്നറിയാമോ? കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത KK ഉഷയാണ്. KK ഉഷയാണ് കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യ മലയാളി വനിത. അപ്പോൾ കേരള ഹൈക്കോടതി സ്ഥാപിതമായത് 1956 നവംബർ മാസം 1-ാം തീയതിയാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. ആദ്യ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? KT കോശിയാണ് ആദ്യ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത സുജാത മനോഹറാണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായിട്ടുള്ള ആദ്യ വനിത. കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത KK ഉഷയാണ്. കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായിട്ടുള്ള ആദ്യ മലയാളി വനിത KK ഉഷയാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരാണെന്നറിയാമോ? കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി അന്ന ചാണ്ടിയാണ്. അന്ന ചാണ്ടിയാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി. അന്ന ചാണ്ടിയാണ്. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായിട്ട് ഹൈക്കോടതി ജഡ്ജിയായ വനിതയും അന്ന ചാണ്ടിയാണ്. കോമൺവെൽത്ത് രാജ്യങ്ങൾ നോക്കിയാൽ ആദ്യമായിട്ട് ഹൈക്കോടതി ജഡ്ജിയായ വനിതയും അന്ന ചാണ്ടിയാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ഓമനക്കുഞ്ഞമ്മയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആരാണ്? ഓമനക്കുഞ്ഞമ്മയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ്. കേരള ഹൈക്കോടതിയിൽ നിന്നും രാജിവെച്ച ആദ്യ ജഡ്ജി ആരാണ്? V. ഗിരിയാണ് കേരള ഹൈക്കോടതിയിൽ നിന്നും രാജിവെച്ച ആദ്യ ജഡ്ജി. V. ഗിരിയാണ്. കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം ഏതാണ്? സത്യമേവ ജയതയാണ്. സത്യമേവ ജയതയാണ് കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം.
കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ഇത് ലക്ഷദ്വീപ്. അപ്പം കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജിയാണ് അന്ന ചാണ്ടി. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായിട്ട് ഹൈക്കോടതി ജഡ്ജിയായ വനിതയാണ് അന്ന ചാണ്ടി. ഇന്ത്യയിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റാണ് ഓമന കുഞ്ഞമ്മ. കേരള ഹൈക്കോടതിയിൽ നിന്നും രാജിവെച്ച ആദ്യ ജഡ്ജി ആരാണ്? വി ഗിരിയാണ്. കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യമാണ് സത്യമേവ ജയതേ. കേരള ഹൈക്കോടതി സ്ഥാപിതമായത് 1956 നവംബർ 1 കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. ആദ്യ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് KT കോശിയാണ്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യ വനിത സുജാത മനോഹറാണ്. കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത KK ഉഷയാണ്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യ വനിത സുജാത മനോഹറാണ്. കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത KK ഉഷയാണ്. ഇത്രയും കാര്യങ്ങളാണ് കേരള ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ളതും ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങൾ. വേഗം തന്നെ ഈ ചോദ്യങ്ങൾ അങ്ങ് പഠിക്കുക. എന്ത് ചെയ്യുക? ആവർത്തിച്ചൊന്ന് കേട്ടാൽ നിങ്ങൾക്കിത് വളരെ വേഗം പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം.